ഹലോ ഹാൾ. സോ നിങ്ങളെല്ലാവരും ക്രിസ്മസ് എക്സാമിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും. സോ മാത്സ് എക്സാമിൻ്റെ ഒരു ഓവർ വ്യൂ പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ്, അതുപോലെ ചാപ്റ്റേഴ്സ് എങ്ങനെ പഠിക്കണം എന്നാണ് പറയാൻ പോകുന്നത്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നമുക്ക് 11 ചാപ്റ്റേഴ്സാണ് നമ്മൾ എക്സാമിന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജോമെട്രി ആൻഡ് ആൾജിബ്ര എത്രമാത്രം ഉണ്ട് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. ഓക്കെ അല്ലേ, ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വെയിറ്റേജ് എന്ന് പറയുന്നത് ഒരു 4 മാർക്കാണ്. അതുപോലെ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് ഒരു 3 മാർക്സ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര ഒരു 3 to 4 മാർക്ക്, നമ്മൾ 4 മാർക്ക് കൊടുക്കാം. ഓക്കെ അല്ലേ. ഇനി മാത്തമാറ്റിക്സ് ചാൻസ് നമ്മൾ 4 മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മളൊരു 4 മാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി ഇതിന് ശേഷം വരുന്ന ചാപ്റ്റേഴ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരിക. സോ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വെയിറ്റേജ് 12 മാർക്സ് ആണ്. അതുപോലെ കോർഡിനേറ്റ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വെയിറ്റേജ് ഒരു 9 മാർക്ക് എന്ത് ചെയ്യുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ടാൻജൻറ്റും ട്രിഗണോമെട്രി പോലെ വലിയ ചാപ്റ്ററാണ്, ഒരു 12 മാർക്ക് എന്ത് ചെയ്യാൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒരു 10 to 11 മാർക്ക് വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ സർക്കിൾസ് ആൻഡ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ അത്യാവശ്യം 9 മാർക്കോളം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ജോമെട്രി ആൻഡ് ആൾജിബ്ര നമുക്ക് ഒരു 6 to 7 വരെ എക്സ്പെക്ട് ചെയ്യാം. ഫുൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഓക്കെ അല്ലേ. അപ്പോൾ 6 to 7 വരെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ അല്ലേ. സോ നിങ്ങൾ പഠിക്കുന്ന സമയത്തും ചില ചാപ്റ്റേഴ്സ് ഒരുമിച്ച് നിർബന്ധമായിട്ടും പഠിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ കണക്ട് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ കഴിയുള്ളൂ. സോ നിങ്ങൾ പഠിച്ചു പോകേണ്ട ഓർഡർ ഞാൻ പറഞ്ഞുതരാം. അരിത്തമെറ്റിക് സീക്വൻസ് ആദ്യം നിങ്ങൾ പഠിക്കുക. അരിത്തമെറ്റിക് സീക്വൻസിന്റെ കൂടെ പഠിക്കേണ്ടതാണ് അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര. അതിന്റെ കൂടെ പഠിക്കേണ്ടതാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അതിന്റെ കൂടെ നിങ്ങൾ പഠിക്കേണ്ടതാണ് എന്ത്, പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻ. ഇപ്പം നിങ്ങൾ എത്ര ചാപ്റ്റേഴ്സ് കവർ ചെയ്തു? 4 ചാപ്റ്റേഴ്സ് കവർ ചെയ്തു അല്ലേ. ഏതൊക്കെയാണ് മനസ്സിലായാലോ? അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര, ദെൻ ഡിസ്കസ് ചെയ്ത് നമ്മൾ ചാപ്റ്ററാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ദെൻ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻ. 4 ചാപ്റ്റേഴ്സ് കവർ ചെയ്തു. അതുപോലെ സർക്കിൾസ്, ആംഗിൾസ്, ഡ്രോയിങ് റിലേറ്റ് ചെയ്ത് വരുന്ന ചാപ്റ്റേഴ്സ് ഒരുമിച്ച് പഠിക്കുക. ആരൊക്കെയാണത്? സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, അതുപോലെ ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ, അതുപോലെ സർക്കിൾസ് ആൻഡ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഇവിടെ എത്ര ചാപ്റ്ററായി? 3 ചാപ്റ്റർ. അവർ ഒരുമിച്ച് പഠിക്കാം. ഓക്കെ അല്ലേ. അതുപോലെ ഒരുപാട് ബന്ധം വരുന്ന 2 ചാപ്റ്റേഴ്സ് ആണ് കോർഡിനേറ്റ്സ് ആൻഡ് ജോമെട്രി ആൻഡ് ആൾജിബ്ര. അവർ 2 പേരും ഒരുമിച്ച് പഠിക്കും. കോർഡിനേറ്റ്സും ജോമെട്രി ആൻഡ് ആൾജിബ്രയും ഒരുമിച്ച് പഠിക്കുക. അപ്പോൾ നോക്കിയേ 4 + 3 + 2 അല്ലേ. അപ്പോൾ എത്ര ചാപ്റ്റേഴ്സ് ആയിട്ടുണ്ടല്ലേ? 9 ചാപ്റ്റേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സുമായിട്ട് വലിയ ബന്ധങ്ങൾ പുലർത്താത്ത 2 ചാപ്റ്റേഴ്സാണ് ആരൊക്കെയെന്ന് പറയുന്നത്, നമ്മുടെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററും, അതുപോലെ തന്നെ ട്രിഗണോമെട്രിയും മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററും. സോ അത് രണ്ടും നിങ്ങൾ സെപ്പറേറ്റ് പഠിക്കുക. സോ 11 ചാപ്റ്റേഴ്സ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ട്രിഗണോമെട്രി മുതൽ ഒന്നുകൂടെ വെയിറ്റേജ് ഇമ്പോർട്ടൻസ് ആണ്. സോ അവിടെ നിന്ന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. സോ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് അധികം ചോദിക്കുക, ചില ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരിക്കുക. സോ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ചാപ്റ്റർ ഒരുമിച്ച് പഠിക്കുമ്പോൾ അത് പെട്ടെന്ന് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.